ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾ കൂടി ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് മക്കൾക്ക് 2 പേർക്കും പനിയാണ്. അപ്പോൾ കഞ്ഞി വേണമെന്ന് പറഞ്ഞു. അതിന് അച്ചാറില്ല. അതിന് വേണ്ടി നമുക്ക് കുറച്ച് ചെറുനാരങ്ങ ഇരുന്നു. അത് ഞാൻ കുക്കറിലിട്ട് ശകലം വെള്ളവും ഉപ്പും ഇട്ട് പുഴുങ്ങി നല്ല സ്മൂത്തായിട്ട് ഇവിടെ ഇരിക്കുന്നു. ദേ ഊറ്റിക്കളഞ്ഞു. നല്ലപോലെ നല്ല പഞ്ഞി പോലായി. വെള്ളം ഒട്ടുമില്ല. എല്ലാം ഊറ്റിക്കളഞ്ഞ് ഉപ്പിട്ടാണ് പുഴുങ്ങിയത്. വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇനി ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് വരാം. അപ്പം നമ്മുടെ നാരങ്ങയെല്ലാം ഇവിടെ ചെറുതാക്കി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ഉപ്പിടുമ്പോഴത്തേന് വെള്ളമൊക്കെ ഇറങ്ങും. കുറച്ചുകൂടെ വേണം. നാരങ്ങയ്ക്ക് എപ്പോഴും ഇച്ചിരി ഉപ്പ് കൂടി നിൽക്കണം. ഇത്ര ഉപ്പ് മതി. ഇതിനി നല്ലതായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഇതിലേക്ക് ഇറങ്ങും. അപ്പോഴത്തേനും നമുക്ക് ബാക്കി കടുക് പൊട്ടിച്ചെടുക്കാം. നമ്മൾ ഉപ്പിട്ട് ഇളക്കി വെച്ചു നാരങ്ങ. ഇനി ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളാണ്. ഇത് 1 സ്പൂൺ കടുകുണ്ട്, അത് ഞാൻ വറുത്ത് വെച്ചിരിക്കുവാണ്. പിന്നെ കടുക് വറക്കാനുള്ള വറ്റൽമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചിയുമുണ്ട് ഇതിനകത്ത്. ഇഞ്ചി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾ പൊടിയുണ്ട്, മുളക് പൊടി ഇവിടെ ഉണ്ട്. പിന്നെ വേറെ കായപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയുമാണ്. നമുക്കിനി ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഈ മുളകും ഇത്രയും മുളകുണ്ട്, അതും കൂടെ ഈ കടുകിൻ്റെ കൂടെ ഇട്ട് പൊടിക്കുവാണ്. അപ്പം ഞാനൊരു കടായി അടുപ്പ് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ നല്ലെണ്ണ കുറച്ച് മതി എണ്ണ. ഇത് കഞ്ഞിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു അച്ചാർ റെഡിയാക്കുവാണ്. ഇത്രയും മതി. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ ഇവിടെ പൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ. കറിവേപ്പില. ഒട്ടും കയ്പ്പ് കാണത്തില്ല. നമ്മൾ ഇത് കുക്കറിനകത്ത് ഒരു വിസിലടിപ്പിച്ച് ആ വെള്ളം ഊറ്റിക്കളഞ്ഞു. ഉപ്പിട്ടാണ് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്നത്. എന്നിട്ട് അത് ഊറ്റിക്കളഞ്ഞു. അപ്പം നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒരു ബ്രൗൺ കളറായി വരുന്നു. എണ്ണയുടെയൊക്കെ വില അനുസരിച്ച് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാനൊക്കത്തുള്ളൂ. ഇത് മതി. നമ്മളിത് വെച്ചേക്കാനുള്ളതല്ല, പെട്ടെന്ന് തീരുന്നതല്ലേ. അതുകൊണ്ട് കുറച്ച് എണ്ണ മതി. പിന്നെ നമ്മൾ ഉപ്പിട്ടിങ്ങനെ വെച്ചിരിക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും ഒരു പിഞ്ച്. ശകലം മഞ്ഞൾ പൊടി വേണം. ഞാൻ വീഡിയോ ഒറ്റയ്ക്ക് എടുക്കുവാണ്, അതുകൊണ്ടാണ് എനിക്ക് സ്പൂണിട്ടെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ ഇതിവിടെ മൂത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും മുളക് പൊടി, നിറച്ചില്ല, പരക്കെ ഒരു തവി. നിറച്ചെടുത്തിട്ടില്ലേ. എന്താണെന്ന് വെച്ചാൽ പച്ചമുളകുണ്ട്, പിന്നെ നമ്മളൊരു 3-4 മുളകും കടുകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കണം. അതായത് നാരങ്ങ കറിയാണ്. അതിട്ട് കടുകും മുളക് ചതച്ചതും കൂടെ ഇടണം. വിനാഗിരി ആവശ്യമുള്ളവർക്ക് ഒഴിക്കാം, ഞാൻ ഒഴിക്കത്തില്ല. ഞങ്ങൾക്കിവിടെ അച്ചാർ പെട്ടെന്ന് തീരും. അത് മൂത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കായം ഇട്ട് കൊടുക്കാം. കായം നല്ലതുപോലെ മുന്നിട്ട് നിൽക്കണം. ശകലം കൂടെ വേണം. പിന്നീട് ഇടരുത്.
എല്ലാം ഒന്ന് നല്ല ചൂടായതിന് ശേഷം വേണം നമുക്ക് ഈ നാരങ്ങ ഇതിലേക്ക് എടുത്ത് ഒഴിക്കാൻ. അപ്പം ഞാനിവിടെ ആ നാരങ്ങ എടുത്ത് ഒഴിക്കാൻ പോവാണ്. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഉപ്പ് ശകലം കുറവാണ്. അപ്പം നമുക്ക് ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. ഉപ്പ് എപ്പോഴും ഇച്ചിരി മുന്നിട്ട് നിൽക്കണം, അല്ലെങ്കിൽ നാരങ്ങ പൂത്തു പോകും. എനിക്ക് നാരങ്ങ അച്ചാറിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പം 1 വർഷം വരെ എൻ്റെ അച്ചാർ ഞാനൊരു പ്രിസർവേറ്റീവും ചേർക്കാറില്ല. ഈ കേടാവാതെ ഞാൻ സൂക്ഷിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും നാരങ്ങ അച്ചാർ ഇടുന്നവരാണ്. അപ്പം എൻ്റെ ഈ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒത്തിരി ചാറാക്കിയില്ല, ഇങ്ങനെ ഇരിക്കുന്നത് നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇന്ന് തന്നെ ഇത് കഴിക്കാം. നമ്മൾ കുക്കറിൽ വെച്ച് പുഴുങ്ങിയതായതുകൊണ്ട് ഇന്ന് തന്നെ കഴിക്കാം.